ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ നല്ല അടിപൊളി ചട്ടണിയും തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് റവ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ളത് ബ്രോക്കൺ വീറ്റിൻ്റെ റവയാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, വീറ്റ് ബ്രോക്കൺ എന്നാണ് എഴുതിയിട്ടുള്ളത്. കണ്ടോ, ഗോതമ്പ് നുറുക്കിൻ്റെ റവ. അത് എല്ലാ പീടികകളിലും നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അത് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ 1/2 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ റവ എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത്രയും വെള്ളം മതിയാകും. എനിക്ക് ഈ 3/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് കറക്റ്റ് ഭാഗമായി വന്നത്. എന്നിട്ട് നമ്മളിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ഗോതമ്പ് റവ ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെള്ളം കുടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈരും വെള്ളവും ഒഴിച്ചിട്ട് തന്ന് ഈ ഒരു പരുവത്തിൽ മതി. ഒരുപാട് ലൂസിൽ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകും. അപ്പോൾ ഞാൻ ഇതൊരു 10 മിനിറ്റ് ഇവിടെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുന്നുണ്ട്. ഒരു 3/4 കപ്പ് വെള്ളമാണ് ഇതിൽ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, അത്യാവശ്യം നന്നായിട്ട് നമ്മൾ 1/2 കപ്പ് തൈരും 3/4 കപ്പ് വെള്ളം ഒഴിച്ചതൊക്കെ ഗോതമ്പ് റവ വലിച്ചു കുടിച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്, നല്ലതായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ദോശയാണ് കേട്ടോ. ദോശയെന്നോ അപ്പമെന്നോ ഒക്കെ പറയാം. അപ്പോൾ ഇത് നമുക്ക് അരിയോ ഇതൊന്നും കുതിരാനിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ദോശയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ പാത്രത്തിൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മളിത് അരക്കുമ്പം അറിയാൻ പറ്റും. ഒരുപാട് തിക്കായി നിൽക്കുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം വരെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒഴിക്കുമ്പോൾ ഇത് കാണുമ്പോൾ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാകും. ആ രീതിയിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ അളവ് കറക്റ്റ് പാകമാണ്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഗോതമ്പ് റവ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കൂട്ടി കൊടുക്കുക. തൈര് കൂട്ടി കൊടുക്കണ്ട കേട്ടോ. തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാനും ശ്രദ്ധിക്കുക. പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് 1/2 കപ്പ് എന്നുള്ളത് കുറച്ച് കമ്മിയാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്കുള്ള ചട്നി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആ തേങ്ങ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ചട്നി വേണം അതിനനുസരിച്ച് തേങ്ങയും എടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അതിനനുസരിച്ച് കൂട്ടിയെടുക്കണം കേട്ടോ. ഇപ്പോൾ തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഒരു 7-8ഓളം വരുന്ന പുതിന ഇലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ്. പക്ഷേ എന്നാൽ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് നമ്മൾ ഒരുപാട് ലൂസിലല്ല തയ്യാറാക്കുന്നത്, കുറച്ച് തിക്കായിട്ടാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ചട്നിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ എത്രയാണ് ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ചേർത്ത് ഞാൻ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കിലാണ് ചട്നി ഉണ്ടാവുക. നിങ്ങൾക്ക് കുറച്ചൊരു ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് തയ്യാറാക്കി എടുക്കാം. ഈ ചട്നി ഒന്ന് വറവിടണം. അതിനിട്ട് ഒരു പാത്രം അടുപ്പത്ത് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ചട്നിക്ക് മാക്സിമം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഒരു വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും ഇങ്ങനെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു കറിക്കാണെങ്കിലും കറിവേപ്പിലയുടെ പച്ച കളർ നഷ്ടപ്പെടാതെ അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വറവ് ചട്ടനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ചട്ടനി നമുക്ക് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് ചട്നി തയ്യാറാക്കുന്ന സമയം മാത്രം നമ്മൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനോയാണ്. ഒരു 1/2 ടീസ്പൂൺ ഇനോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇനോ ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് അപ്പസോഡ, അതായത് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയുന്നത് ചേർത്ത് കൊടുക്കാം. അതൊരു 2 പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാൻ ഇനോ ആയതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ആ ഇനോ എന്ന് എന്താ പറയുക, അതൊന്ന് റെഡിയാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇനോ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഒരു ടീസ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ.
എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ അത് ഇതേപോലെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു അപ്പം അഥവാ ദോശ നമ്മൾ തയ്യാറാക്കാനുള്ള ചട്ടി അടുപ്പത്ത് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനൊരു ഇരുമ്പ് ചട്ടിയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. നോൺ സ്റ്റിക്ക് എന്തും ഉപയോഗിക്കാവുന്നതാണ്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് ഇതേപോലെ എണ്ണയൊന്നും തൂത്ത് കൊടുക്കണ്ട, പെട്ടെന്ന് അല്ലാതെ തന്നെ ഉപയോഗിക്കാം, ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതൊന്ന് ചൂടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അല്പം നല്ലെണ്ണയാണ് കേട്ടോ തൂത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് നല്ലെണ്ണയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ കുറച്ച് മാവ് കോരി ഒഴിക്കാം. ഞാനൊരു 1.25 തവി മാവ് കോരി ഒഴിച്ചിട്ട് പതുക്കെ ഇതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പരത്താതെ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പരത്തിയിട്ട് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഹോളൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. ആ സമയത്ത് നമുക്ക് പതുക്കെ ഇതൊന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ കണ്ട അത്യാവശ്യം ഹോളൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഏകദേശം ഒരു 45 സെക്കൻഡ് കൊണ്ടൊക്കെ ഓരോ ദോശയും തയ്യാറായി കിട്ടും. അപ്പോൾ ഫ്ലെയിം ഒരുപാട് കൂട്ടിയിടരുത്. ചട്ടി ഒരുപാട് ചൂടായി നിന്നാൽ നമ്മൾ ദോശ കറക്റ്റായിട്ട് കിട്ടില്ല, ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലും മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ ഓരോന്നും റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഞാനൊരല്പം നല്ലെണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ പ്രാവശ്യവും നമ്മൾ മാവ് കോരി ഒഴിക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അങ്ങനെ മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഏകദേശം 4 ആൾക്ക് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ നേരം വൈകി എഴുന്നേൽക്കുന്ന സമയത്താണെങ്കിലും അരിയൊക്കെ വെള്ളത്തിടാൻ മറന്നു പോകുന്ന സമയത്തുമൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ദോശയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.